ഹലോ ഗൈസ്, ഇന്ന് വൈകിട്ട് നമുക്ക് കുടുംബയോഗം ഉണ്ട് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കാണ് പോവാനായിട്ട്. 7:30 മണിക്കാണ് മീറ്റിംഗ് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ കുടുംബയോഗം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു 12 കുടുംബമുണ്ട്. അപ്പോൾ ഓരോ മാസം ഓരോരുത്തരെ വീട്ടിൽ വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടി കൂടും. എല്ലാ കുടുംബങ്ങളും കൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് കൂടും. ഇന്നപ്പം മധുക്കുഞ്ചന്റെ വീട്ടിലാട്ടോ കുടുംബയോഗം വെച്ചിട്ടുള്ളത്. പോണ വഴിക്ക് നമ്മുടെ അമ്മായിയുടെ അടുത്തുനിന്ന് കയറിയിട്ടുണ്ട്. അവിടെയാണെങ്കിലും മാളുട്ടിയും ടീംസൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കസിൻസ് ആണ്. നമ്മുടെ അയനൂസ് ആണെങ്കിൽ അവരായിട്ട് ഭയങ്കരമായിട്ട് ഒട്ടിയിട്ട് അവരെ കൂടെ പോവാന്നായി. ലാസ്റ്റ് അല്ലുക്കുട്ടിനെ ചെറുതായിട്ട് സങ്കടം വരുന്നുണ്ട്. അതിന് പോവോന്ന് പേടിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും പാത്രത്തിലാക്കി കാട്ടിയാന്ന് പറഞ്ഞ മറവുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയില്ല. നമ്മുടെ നാട്ടിൽ കാട്ടിയാന്നാട്ടോ പറയാ. അതൊക്കെ കഴിച്ചു. പിന്നെ അതേ നമ്മുടെ കുഞ്ചന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. 7:30 മണിക്കാണ് നമ്മൾ യോഗം വെച്ചിട്ടുള്ളത്. പണിക്കാട്ടിൽ വന്ന പിന്നെ ആട്ടോ ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേൾക്കുന്നത് തന്നെ. രസമായിട്ടോ എല്ലാവരും കൂടി ആകുമ്പോൾ ഒരു ദിവസം കിട്ടുമ്പോൾ കുറേ വിശേഷങ്ങൾ പറയാനുണ്ടാവും. എല്ലാവരുടെയും വിശേഷങ്ങൾ നമ്മൾ പറയും. പുതിയതായിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയും. അഭിപ്രായങ്ങൾ ചോദിക്കും. അങ്ങനെയൊക്കെയാണ്. വന്നപ്പം തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പേരയ്ക്കൊക്കെ തന്നു കേട്ടോ. നമുക്ക് ഡയറി ഒക്കെ ഉണ്ട് കേട്ടോ. ആരൊക്കെ വന്നോന്നും പിന്നെ കഴിഞ്ഞ യോഗത്തിൽ നമ്മൾ എന്തൊക്കെ ചർച്ച ചെയ്തു എന്നും പുതിയതായിട്ടുള്ള പ്ലാനുകളൊക്കെ എഴുതി വെക്കും. നമ്മൾ കഴിഞ്ഞ 31-ാം തീയതി നമ്മൾ വാർഷികമൊക്കെ പ്ലാൻ ചെയ്താൽ കേട്ടോ. കുറച്ച് വർഷങ്ങളായി വാർഷികമൊക്കെ നടത്തിയിട്ട്, പക്ഷെ നമുക്കത് മാറ്റി വെക്കേണ്ടി വന്നു. നമുക്ക് അമ്മായിക്ക് വയ്യാതിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മാറ്റി വെച്ചു. വരുന്ന ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ആയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് വീണ്ടും ഉഷാറോടിയിട്ട് നടത്തും കേട്ടോ. അഞ്ചു ആണെങ്കിൽ വീട്ടിലായിരുന്നു. സ്കൂൾ തുറക്കണേക്കാൾ മുന്നായിട്ട് 2 ദിവസം വീണ്ടും പോയി നിന്നതായിരുന്നു. ഫുഡ് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചില്ലി ഗോപിയും പൊറോട്ടയും പത്തിരിയും വെള്ളപ്പൊക്കെ ചെയ്തിട്ട് അടിപൊളിയായിരുന്നു. എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ചയാണ് നമ്മൾ കുടുംബയോഗം വെക്കുക കേട്ടോ. അപ്പോൾ അടുത്ത മാസം ആരുടെ വീട്ടിലാണ് നമ്മൾ ഈ കുടുംബയോഗത്തിൽ തന്നെ പറഞ്ഞു പോകും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഞാനിട്ടിരിക്കുന്ന ഡ്രസ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ കുടുംബയോഗമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.